الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്കാമുൻ നൂൻ സാക്കിന വ തൻവീനിൻ്റെ 16ാമത്തെ ക്ലാസ്സാണ് നാം ഇന്ന് എടുക്കുന്നത്. ഇതുവരെയായി അഹ്കാമുൻ നൂൻ സാക്കിന വ തൻവീനിൻ്റെ 3 നിയമങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് 4 നിയമങ്ങളാണ് ഉള്ളത് എന്ന് നാം ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ വിവരിച്ചതാണ്. അതിൽ 4ാമത്തെ നിയമത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. അൽ ഇഖ്ഫ, മറച്ചുവെക്കുക. അതാണ് 4ാമത്തെ നിയമം. ഒരു കാര്യത്തെ മറച്ചു വെക്കുന്നതിനാണ് അൽ ഇഖ്ഫ എന്ന് പറയുക. അതിൻ്റെ താരീഫ് നമുക്ക് നോക്കിയാൽ ഭാഷാപരമായി അതിന് അസ്സത്ർ, മറച്ചു വെക്കുക എന്നതാണ് കാണാൻ സാധിക്കുക. അതിന് സാങ്കേതികമായി ഇസ്തിലാഹിൽ അതിന് പറയുന്നത് അന്നുത്ഖു ബിൽ ഹർഫി ബിസിഫത്തിൻ ബൈനൽ ഇദ്ഹാരി വൽ ഇദ്ഗാമി ആരിയൻ അനി തഷ്ദീദി മഅ ബഖാഇൽ ഗുന്ന. ഇദ്ഹാറിനും ഇദ്ഗാമിനും ഇടയിലായി ഷദ് ഇല്ലാത്ത രൂപത്തിൽ ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുന്നതിനാണ് സാങ്കേതികമായി ഇഖ്ഫ എന്ന് പറയുന്നത്. അന്നുത്ഖു ബിൽ ഹർഫി, ഒരക്ഷരം ഉച്ചരിക്കലാണ്. ഇവിടെ ഹർഫ് കൊണ്ട് ഉദ്ദേശം നൂനു സാക്കിനയും വത്തൻവീനുമാണ്. ബിസിഫത്തിൻ ബൈനൽ ഇദ്ഹാരി വൽ ഇദ്ഗാമി, ഇദ്ഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലായി, അതായത് നൂന് വെളിവാകാത്ത രൂപത്തിലും. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ സുക്കൂനായ നൂനിൻ്റെ ആ സിഫത്ത് വെളിവായിക്കൊണ്ടുള്ള രൂപമാണ്. അതുപോലെ ഇദ്ഗാം കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കുന്ന രൂപത്തിലുമല്ലാതെ ഒരക്ഷരം മറ്റൊരക്ഷരത്തിലേക്ക് കൂട്ടി യോജിപ്പിച്ച് വായിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ഹാറിനും ഇദ്ഗാമിനും ഇടയിലായി ആരിയൻ അനി തഷ്ദീദി, ഷദ് ഇല്ലാത്ത രൂപത്തിൽ, മഅ ബഖാഇൽ ഗുന്നത്തി, ഗുന്നത്ത് നിലനിർത്തിക്കൊണ്ട്, അതായത് ഗുന്നത്തോടു കൂടി ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ഫ എന്ന് സാങ്കേതികമായി തജ്വീദിൻ്റെ നിയമത്തിൽ പറയപ്പെടുന്നത്. ഇതിന് 15 അക്ഷരങ്ങളാണ് ഉള്ളത്. ഇദ്ഗാമിൻ്റെ 6 അക്ഷരങ്ങളും ഇദ്ഹാറിൻ്റെ 6 അക്ഷരങ്ങളും ഇഖ്ലാബിൻ്റെ 1 അക്ഷരവും മാറ്റി നിർത്തിയാൽ അങ്ങനെ 13 അക്ഷരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 15 അക്ഷരങ്ങളും ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വഖദ് ജമഅഹ അശ്ശൈഖുൽ ജംസൂരി ഫി അവാഇലി ഹാദൽ ബൈത്തി. ഷെയ്ഖ് ജംസൂരി ഈ 15 അക്ഷരങ്ങളെ ഈ പദ്യത്തിലെ അല്ലെങ്കിൽ ഈ വരികളിലെ അതിൻ്റെ ഓരോ വേർഡുകളിലെയും ആദ്യത്തെ അക്ഷരത്തിൽ അത് ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പദ്യത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ്: സിഫ് ദ സന കം ജാദ ശഖ്സുൻ ഖദ് സമ ദും ത്വയ്യിബൻ സിദ് ഫീ തുഖ ദ ളാലിമ. ഒന്നുകൂടി ശ്രദ്ധിക്കാം. സിഫ് ദ സന കം ജാദ ശഖ്സുൻ ഖദ് സമ ദും ത്വയ്യിബൻ സിദ് ഫീ തുഖ ദ ളാലിമ. ഇവിടെ ഓരോ വേർഡുകളിലെയും ഓരോ കലിമകളിലെയും ആദ്യത്തെ അക്ഷരം നമുക്ക് ഇഖ്ഫാഇൻ്റെ അക്ഷരമായി മനസ്സിലാക്കാം. സിഫ്
എന്നുള്ളതിൽ സ്വാദ്, ദ എന്നുള്ളതിൽ ദാൽ, സന അതിൽ സ, കം എന്നുള്ളതിൽ കാഫ്, ജാദ ജീം, ഷഖ്സുൻ ഷീൻ, ഖദ് ഖാഫ്, സമ സീൻ, ദും ദാൽ, ത്വയ്യിബൻ ത്വ, സിദ് സ, ഫി എന്നുള്ളതിൽ ഫ, തുഖ അതിൽ ത എന്ന അക്ഷരം, ള എന്നതിൽ ളാദ് എന്ന അക്ഷരം, ളാലിമ എന്നതിൽ വ എന്ന അക്ഷരം. അങ്ങനെ 15 അക്ഷരങ്ങളാണ് ഈ ഇഖ്ഫാഇന് ഉള്ളത്. സ്വാദ്, ദാല്, സ, കാഫ്, ജീം, ഷീൻ, ഖാഫ്, സീൻ, ദാൽ, ത, സായ്, ഫ, ത, ളാദ്, വ. ഈ അക്ഷരങ്ങൾ ഇഖ്ഫാഇൻ്റേതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ നിയമം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സൂറത്ത് അബസയിലെ അവസാനത്തെ ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കണം. അതിൽ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്ന സുക്കൂനായ നൂനിനും തൻവീനും അതിൻ്റെ ഓതുന്നതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. ഖുർആൻ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യുക, പഠിക്കുക. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.